ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാലൻ മൂവി കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ബാലൻ മൂവി എന്ന് പറയുന്നത് ജിത്തു മാധവൻ എഴുതി ചിദംബരം സംവിധാനം ചെയ്ത സിനിമയാണ്. ഇപ്പോൾ റിലീസായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം ഇതിന് കുറച്ച് മിക്സഡ് റിവ്യൂസ് പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. ഇത് വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണ്. ഇച്ചിരി സ്ലോ ആണ് സിനിമ. പക്ഷേ നമ്മൾ ആ സിനിമയ്ക്കകത്തോട്ട് നമ്മൾ ക്യാരക്ടറിൻ്റെ ജീവിതത്തിലോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്. എനിക്കത് ഓക്കെയാണ്. ഞാൻ ഇങ്ങനെ രസിച്ചിരുന്ന് കണ്ട ഒരു സിനിമയാണ്. അതായത് ഞാൻ എൻ്റെ മുന്നിൽ ഇത് കാണുവാണ്. എനിക്കൊരു സിനിമ നല്ല തോന്നിയത്. ഞാൻ കുറച്ച് റിയൽ ഇൻസിഡൻസ് എൻ്റെ മുന്നിൽ കാണുന്ന പോലെ ഞാൻ കണ്ട സിനിമയാണ്. അപ്പോൾ ഇത് ചെറിയ സ്ലോ പേസിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആകാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ന്യൂ ഫേസ് ആണ്. ന്യൂ ഫേസ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് കാസ്റ്റിംഗ് അടിപൊളിയാണ്. അതായത് ആ ഒരു ക്യാരക്ടറിന് ചേർന്ന ആൾക്കാർ നമുക്ക് ഇവരെ മുന്നേ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടും ഒട്ടും ഒരു ബോറിംഗ് അല്ലായിരുന്നു. അതായത് ക്യാരക്ടറിന് പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. ഇതിനകത്ത് പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള 2-3 പേരുണ്ട്. അതായത് ഷംനത്താന്ന് ഉള്ള ക്യാരക്ടർ അവതരിപ്പിച്ച ആളെ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ടറിൻ്റെ പേര് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനെ ക്യാരക്ടറായിട്ട് കാണുവാണ്. ഷംനത്ത ആയിട്ട് അഭിനയിച്ച ആൾ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അഭിനയം അവരുടെ മുന്നിൽ നിന്ന്. അതുപോലെ പവിത്രം പോലീസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ട് ശീലിച്ച ഒരു പോലീസല്ല. ആ പോലീസിൻ്റെ അതായത് ആ പവിത്രം പോലീസ് ഡീല് ചെയ്യപ്പെടേണ്ട ആളെന്ന് പറയുന്നത് ബാലനാണ്. ബാലൻ എന്ന് പറഞ്ഞാൽ കൊച്ചു പയ്യൻ, മൈനറാണ്. അപ്പോൾ ആ ഒരു ഇമോഷനൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒട്ടും ഓവർ ആക്ടിങ് അല്ലാതെ ഒരു റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന പോലെ. അത് പറഞ്ഞു പോയപ്പോഴത്തേക്കും ഒന്നും വരെ പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ തുടങ്ങി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയുടെയും മോൻ്റെയും ജീവിതത്തിലുണ്ടാകുന്ന കുറച്ച് ഇൻസിഡൻസ് അതിനകത്തോട് നമ്മളിങ്ങനെ കൊണ്ടുപോകാണ്. എനിക്ക് ആ അമ്മയുടെ മോനെ ആദ്യം കാണിച്ച ആ ഷോട്ടുകൾ തൊട്ട് തന്നെ അവരിങ്ങനെ ഒരു വാളിൽ കുറച്ച് പയ്യൻ ഇങ്ങനെ പിക്ചർ വരച്ച് കുറച്ച് ഇത് കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ കുത്തി വരച്ചിരിക്കുന്നത് അതിങ്ങനെ കാണിച്ചാണ് സിനിമ പോകുന്നത്. അതിൻ്റെ കൂടുതൽ ചെറിയൊരു നറേഷനും കൂടെ. അപ്പം തന്നെ ഞാൻ ഇവരുടെ ലൈഫിനകത്തോട്ട് എന്നാ പറയുന്നത്, ഇവരുടെ ആ ജീവിതത്തിനകത്തോട്ട് ഞാൻ ഇന്നായി. പിന്നെ ഞാൻ പോകുന്നത് ഇവരുടെ ഒപ്പമാണ്. അതുകൊണ്ട് എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സിനിമയായിട്ടുള്ള ഞാൻ കണ്ടത്. ഞാൻ ഇതിനെ കണ്ടത് എൻ്റെ മുന്നിൽ കുറച്ച് റിയൽ ഇൻസിഡൻസ് നടക്കുന്നതായിട്ടാണ്. പിന്നെ ഈ സിനിമയെ പറ്റി അതായത് ഇവരുടെ കാസ്റ്റിങ്ങും അടിപൊളിയായിരുന്നു. അതായത് ഇത് രണ്ടും ന്യൂ ഫേസ് ആണ്. അതായത് അമ്മയും മോനും ന്യൂ ഫേസ് ആണ്. ഇതിനകത്ത് ഇവർക്ക് രണ്ടുപേർക്കും ഒരു പേരില്ല. അതുകൊണ്ടാണ് ബാലൻ എന്ന് പറയുന്നത്. ബാലൻ നമ്മൾ പറയത്തില്ലേ, പയ്യൻ എന്ന് പറയുന്ന ആ ഒരു ബാലൻ, അതായത് ബാലൻ എന്നുള്ള അവൻ്റെ പേരല്ല. അതുപോലെ ഈ അമ്മയും മോനും കൂടെ ഇങ്ങനെ പോകുന്നു, ഇവരുടെ ജീവിതത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളിങ്ങനെ കാണുവാണ്. അതായത് ഇവരുടെ ഓരോ ഇൻസിഡൻസ് നമ്മളിങ്ങനെ കാണുന്നു, ഇങ്ങനെ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല രസത്തിൽ അങ്ങ് പോവാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും നല്ലൊരു കാര്യം ഈ സിനിമയെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയെന്ന് പറയുന്നത്, ഒരിക്കലും നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്ത് തരുമല്ല. നിങ്ങൾ ഈ ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു സംഭവം കാണുമ്പോൾ നിങ്ങൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് വിചാരിക്കാവൂ എന്ന് ഒരിടത്തും അവർ സ്പൂൺ ഫീഡ് ചെയ്ത് തന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള വികാരം ഇവരോട് തോന്നാവുന്നതാണ്. ദേഷ്യം തോന്നണോ, വിഷമം തോന്നണോ, സഹതാപം തോന്നണോ എന്നുള്ളതൊക്കെ. അതായത് സിനിമ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു സംശയം ഇതായിരുന്നു, ആ അമ്മയോട് എനിക്ക് എന്ത് വികാരമാണ് തോന്നേണ്ടതെന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. അത് ഞാൻ കുറേ നേരം ചിന്തിച്ചത്. ഇച്ചിരി നേരം നമ്മൾ വീട്ടിൽ വന്നിട്ട് നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച ഒരു കാര്യമായിരുന്നു, എനിക്ക് അമ്മയോട് എന്ത് വികാരം തോന്നണമെന്ന്. പിന്നെ ഏത് സിനിമയാണെങ്കിലും നമുക്ക് എപ്പോഴാണ് ഈ സിനിമ കൊള്ളാമെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ റിയൽ ലൈഫ്, അതായത് നമ്മുടെ റിയൽ ലൈഫുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന സിനിമ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് സിനിമയിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ സിനിമ ഒത്തിരി ഇഷ്ടപ്പെടും. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്കിത് എൻ്റെ മുന്നിൽ റിയൽ ലൈഫ് കാണുന്ന പോലെ കണ്ടുകൊണ്ടായിരിക്കും. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇതിനകത്ത് വേറെ നല്ലൊരു ക്യാരക്ടർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും നല്ലതാണ്. എന്നാൽ തന്നെ ഒരു ന്യൂ ഫേസ് കൂടെ ഉണ്ട്. നമ്മുടെ അമ്മാമ്മ, നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അമ്മാമ്മയുടെ പോർഷൻ അടിപൊളിയായിരുന്നു. അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അമ്മാമ്മ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, അതും അടിപൊളിയായിരുന്നു. അതായത് നമ്മൾ അത്രയും പ്രായമുള്ള ഒരു സ്ത്രീ അഭിനയിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പോൾ ഓർക്കും, ഇവർ കുളവാക്കും എന്ന് തോന്നും. പക്ഷേ ഇത് ന്യൂ ഫേസ് ആണ്, നമ്മൾ ആദ്യമായിട്ട് കാണുവാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അടുത്തുനിന്ന് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നാൽ പോലും പൊളിച്ചു, അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ചെറിയ ബാലനും അമ്മയായിട്ടുള്ള ഇതാണെങ്കിൽ, സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി കൂടെ മുതിർന്ന ഒരു ബാലൻ വരും. ആ ബാലനും അടിപൊളി, അവൻ്റെ പെർഫോമൻസും കിടലായിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മളെ പവിത്രം പോലീസും ഉഗ്രനായിരുന്നു. എന്നാ പറയുന്നത്, അത് നമ്മൾ റിയൽ ഇൻസിഡൻറ്റിലാണെങ്കിൽ ശരിക്കും ഒരു പോലീസുകാരൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം പവിത്രം പോലീസിലൂടെയാണ് പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് പോകുന്നത്. അതായത് ക്യാരക്ടർ കഥ പറയുന്നത് പവിത്രം പോലീസിലോട്ട് വരും. പിന്നെ നമ്മുടെ അബ്ബാസ് എന്ന് പറയുന്നത്, അത് എനിക്ക് തോന്നുന്നു അത് മാത്രമാണ് നമ്മൾ കണ്ട് ശീലിച്ച ഒരു മുഖം പിന്നുള്ളത്. അബ്ബാസിനെ സംബന്ധിച്ചിടത്തോളം അബ്ബാസായിട്ട് അങ്ങനെ ഒരു വേഷം ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഇച്ചിരി റിസ്കി പരിപാടിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത് അഭിനയിച്ച നായകന്. കാരണം ഇത് പാളിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണക്കേടാവും. പക്ഷേ പുള്ളി അത് ചെയ്തു, അതും അടിപൊളിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ബാസിനോടും നമുക്ക് തോന്നേണ്ടത് ദേഷ്യമാണോ സ്നേഹമാണോ അതും ക്യാരക്ടർ പറഞ്ഞിട്ടില്ല. അതായത് ആ ക്യാരക്ടറിനോട് എന്ത് തോന്നണോ എന്നുള്ളത് ഡയറക്ടർ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്തിട്ടില്ല. അതും നമുക്ക് തീരുമാനിക്കാം. എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കിത് നല്ലൊരു അനുഭവമായിരുന്നു. ഇതിനെപ്പറ്റി പല മിക്സഡ് റിവ്യൂസ് വരുന്നുണ്ട്. ചിലതൊക്കെ പറയുന്നുണ്ട്, ഇത് ഞാനൊരു പുള്ളിയുടെ റിവ്യൂ കണ്ടു, രാജാവ് നഗ്നനാണെന്ന് പറയാൻ പ്രജകൾക്ക് പേടിയാണെന്ന്. എനിക്ക് അത്രയും മോശമായിട്ട് തോന്നിയില്ല. ഇത് നല്ലൊരു സിനിമ തന്നെയാണ്. കാരണം എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നുകൂടെ തറപ്പിച്ച് പറയുകയാണ്, ഇത് സ്ലോ പേസിൽ പോകുന്ന മൂവിയാണ്. പക്ഷേ ഇത് ഞാൻ കാണുന്നത് ഇത് എൻ്റെ മുന്നിൽ റിയൽ ഇൻസിഡൻസ് നടക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെട്ടു, കാസ്റ്റിംഗ് ഇഷ്ടപ്പെട്ടു, ഡയറക്ഷൻ ഇഷ്ടപ്പെട്ടു, കഥ ഇഷ്ടപ്പെട്ടു. കഥയ്ക്കകത്ത് വരുമ്പോഴത്തേക്കും ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ചെറുതല്ല നല്ലൊരു ട്വിസ്റ്റ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഞാൻ ആ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്ന ആളല്ല. അപ്പോൾ ആ ട്വിസ്റ്റ് എനിക്ക് ബോണസ് ആയിരുന്നു. കാരണം ഞാനിത് കറക്റ്റ് അങ്ങനെ ഇവരുടെ ലൈഫ് ഇങ്ങനെ കണ്ടുപോകുന്നതിനിടയ്ക്ക് ആ ട്വിസ്റ്റും കൂടെ വന്നപ്പോഴത്തേക്കും അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ആ ട്വിസ്റ്റ്. പക്ഷേ പടം കൊള്ളാം. അപ്പോൾ നിങ്ങളൊക്കെ സമയം ഉണ്ടെങ്കിൽ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. നല്ലൊരു സിനിമയാണ്.
കുറച്ച് ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിനകത്തെ. അപ്പോൾ നിങ്ങൾക്ക് ആ അമ്മയോട് തോന്നിയ വികാരം എന്താണെന്ന് പറയാം. ഇത് അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അമ്മയും മകനുമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ പോലും ഇത് അമ്മയ്ക്ക്, അത് പറയാൻ മറന്നു, ഈ അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാർത്ഥമായ സ്നേഹമാണ്. സ്വാർത്ഥമായ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോൻ മതി, മോന് ഞാൻ മതി എന്നുള്ളൊരു സ്നേഹം. അപ്പോൾ അമ്മയോട് നിങ്ങൾക്ക് എന്ത് വികാരമാണ് തോന്നിയതെന്ന് നിങ്ങൾ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഓവറോൾ അഭിപ്രായം പറയുക. പിന്നെ ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഈ വീഡിയോയെ പറ്റിയുള്ള ഒരു ചെറിയ അഭിപ്രായം കൂടെ പറയുക. ബൈ.